2013 മലയാള സിനിമയെ 50 കോടി സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു സിനിമയുടെ തേർഡ് പാർട്ട് ഇന്നൊരു ദിവസം കൊണ്ട് 50 കോടി കളക്ട് ചെയ്തിരിക്കുന്നു. അതെ, ദൃശ്യം 3, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജീത്തു ജോസഫ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, മീന, സിദ്ദിഖ്, മുരളി ഗോപി, പിന്നെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ സെയിം ആസ് ഓഫ് D1 ആൻഡ് D2. പടത്തിൻ്റെ ട്രെയിലർ വന്നപ്പോൾ പോലും നമുക്ക് അധിക പ്രതീക്ഷയില്ലായിരുന്നു. പ്രതീക്ഷയില്ലാത്തതിൻ്റെ കാരണം ആദ്യത്തെ 2 ഭാഗത്തും പുള്ളി ആരെയാണ് പേടിക്കുന്നത്, എന്തിനെയാണ് പേടിക്കുന്നത് എന്നുള്ളൊരു കാരണമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ പുള്ളി ആരെ പേടിക്കണം, എന്തായിരിക്കും കഥ എന്നുള്ളത് നമുക്കെല്ലാം ഒരു ഡൗട്ടുള്ളൊരു ഫാക്ടറായിരുന്നു. പക്ഷേ പടത്തിൻ്റെ തുടക്കം തന്നെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വെച്ചിട്ട് D2 എവിടെയാണോ തീർന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ പടം പോകുന്നത്. അങ്ങനെ ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നു. അതൊരു ഇൻ്റർവെൽ ബോംബ് തന്നെയായിരുന്നു. കാരണം ഒരു തിയേറ്ററിലൊരു എഫക്റ്റ് ഇട്ട പോലെയായിരുന്നു ആ ഇൻ്റർവെൽ കൊണ്ട് നിർത്തിയത്. അതുവരെ ടിപ്പിക്കൽ D1, ദൃശ്യം 1, ദൃശ്യം 2 സംഭവിക്കുന്ന പോലെ ഫാമിലി ഡ്രാമ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പടം പോയത്. ഈ ഒരു ഇൻ്റർവെൽ സീക്വൻസ് ആണ് ഈ ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ആദ്യത്തെ 2 പാർട്ടിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഈ പടത്തിന് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 75% കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഈ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 13 വർഷത്തിന് ശേഷം ക്യാരക്ടേഴ്സിനെല്ലാം ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് സിദ്ദിഖിനായാൽ പോലും മുരളി ഗോപി എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ മുരളി ഗോപിയുടെയാണ്. കാരണം പുള്ളി ആ DGPയുടെ റോള് നല്ല പക്വതയോടെ ചെയ്തിട്ട് ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ സീനുണ്ട്. ഒരു പ്രതിയെ കൊണ്ടുവന്ന് പുള്ളിയുടെ ഫ്രണ്ടിൽ നിർത്തുന്ന സമയത്ത് പുള്ളി ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. കാരണം ഒരു മെച്ചുവേർഡ് DGP, അതായത് ഒരു ലോക്കൽ പോലീസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു DGP ചെയ്യുന്നത്. സോ ഒരു മെച്ചുവർ ക്യാരക്ടർ. എനിക്ക് D2യിലേക്കാളും പുള്ളിയുടെ അഭിനയം ഈ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആശാചരത്തിന് വലിയ സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും സിദ്ദിഖിനൊരു ഒരു ഒരു ചില ക്യാരക്ടറിൽ ഒരു ചേഞ്ച് വരുന്ന ഒരു റോളാണ് ഈ പടത്തിലുള്ളത്. അത് ഒരു പരിധി വരെ പുള്ളി ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും എനിക്ക് ആ ക്യാരക്ടറിന് ഒരു പൂർണ്ണ രൂപമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ. ആദ്യത്തെ 2 പടത്തിൽ ഒന്ന് ഫിയറും ആൻസൈറ്റിയും ആയിരുന്നെങ്കിൽ ഈ ഒരു സിനിമയിൽ പുള്ളിയുടെ ഒരു മൂഡെന്ന് പറയുന്ന ഒരു ആക്ഷൻ മോഡാണ്. ആക്ഷൻ മോഡ് മീൻസ് ഇൻ ദ സെൻസ് പുള്ളി ഇനി ആര് വന്നാലും അതിനെ എതിർത്ത് നിൽക്കും എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ മീന കോംബോ ആസ് ഓൾവേസ് അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും എല്ലാം നല്ലതായിരുന്നു. പക്ഷേ ക്ലീഷേ പോലെ, അതായത് ദൃശ്യം 1ലും 2ലും എന്താണോ സെയിം തന്നെയാണ് ഇതിൻ്റെ അകത്തും കാണിക്കുന്നത്. പിന്നെ ഇച്ചിരൂടെ 13 വർഷത്തിന് ശേഷമുള്ള കഥയായതുകൊണ്ട് അവർ വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ എസ്തറിന് ഇച്ചിരൂടെ സ്ക്രീൻ സ്പേസ് ഉണ്ട്. പുള്ളിക്കാരത്തേക്ക് ഡയലോഗ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലതായിരുന്നു. അൻസിവയ്ക്കാണെങ്കിൽ ഇതിൽ ഇച്ചിരൂടെ ഒരു ക്യാരക്ടർ പ്രാധാന്യമുണ്ട്. പർട്ടിക്കുലർലി എനിക്ക് എടുത്തു പറയേണ്ട വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ലാലേട്ടൻ ഒരു കാര്യം അറിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു സീനുണ്ട്. അവിടെ ഒരു ആക്ട്രസ് അവർ ചെയ്ത ക്യാരക്ടർ ഗംഭീരമായിരുന്നു. അവരുടെ ആ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഗംഭീരമായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ക്യാരക്ടർ ഇർഷാദിൻ്റെ ആയിരുന്നു. ഇർഷാദിൻ്റെ ക്യാരക്ടർ നല്ല പോലെ ഇതിൻ്റെ അകത്ത് അതും ഒരു പക്വതയുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് പുള്ളി. ഈ പറഞ്ഞ പോലെ ദൃശ്യം 1ലും 2ലും ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിന് ആരെയാണ് പേടിക്കേണ്ടത്, എന്താണ് മറക്കേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ പിക്ചറുണ്ട്. പക്ഷേ ഈ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി ആരെയൊക്കെയാണ് പേടിക്കേണ്ടത്? ഒരു പുതിയ അതിഥി അല്ലെങ്കിൽ ഒരു പുതിയ പ്രശ്നത്തെയാണ് പുള്ളി നേരിടുന്നത്. പുള്ളിയൊക്കെ അത് മനസ്സിലാകുന്നില്ല ഏത് വഴിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിക്കോഷൻസും കാര്യങ്ങളുമാണ് ഈ ഒരു പടത്തിൽ ചർച്ച ചെയ്യുന്നത്. അതൊരു പരിധി വരെ വിജയിച്ചിട്ടുമുണ്ട്. ക്ലാപ്സ് അടിക്കേണ്ടതും ഗൂസ് ബംസ് വരുന്ന സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലുണ്ടെങ്കിലും എക്സ്പെഷ്യലി ക്ലൈമാക്സിലൊരു അതായത് പുള്ളി കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഏതൊരു അച്ഛനും ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പടം നോക്കുവാണെങ്കിൽ ദൃശ്യം 1നേക്കാളും മികച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് ദൃശ്യം 2നേക്കാളും ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സീരിയൽ മേക്കിംഗ് ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ജിത്തുവിനെ ട്രോളുന്നവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയായിരുന്നു. കാരണം എനിക്ക് സീരിയൽ മേക്കിംഗ് ആയിട്ട് തോന്നിയില്ല. നല്ല വൃത്തിയൊക്കെയാണ് പടം പോയത്. ആസ് എ ഹോൾ എനിക്ക് പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു 75% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ ഫുള്ളി നമുക്കത് കിട്ടിയില്ലെങ്കിലും കാരണം ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ 13 വർഷത്തിന് ശേഷം ഈ തേർഡ് പാർട്ട് എടുക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിന് വന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഈ ഒരു വലിയ സീരീസിന് ഇത്രയെങ്കിലും എടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജിത്തു ജോസഫിന് മാത്രമേ കഴിയുന്നുള്ളൂ. സോ ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 3.75/5. എത്രയും വേഗം ദൃശ്യം 4 ഉണ്ടാകട്ടെ. താങ്ക് യു.